ഒരു മഹ്ലൂക്കിനെ പേടി ഉണ്ടാവില്ല. നമ്മൾ പറയും ഉസ്താദേ എനിക്ക് ഇന്നയാളെ പേടി, സോൻ ഇവിടുത്തെ ഏറ്റവും വലിയ റൗഡി ഉസ്താദേ, ഓൻ വിചാരിച്ചാൽ എന്റെ കാലും കൈയൊക്കെ ചവിട്ടി ഒടിച്ചിട്ട് എന്നെ കബറിലേക്ക് ഇടാൻ കഴിയും ഉസ്താദേ. പക്ഷെ തവക്കൽതു അലല്ലാഹ് എന്നൊരു വാക്ക് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, പിന്നെ അവന് അല്ലാഹു അല്ലാതെ വേറെ ഒരാൾക്ക് അങ്ങനെ പറയണമെങ്കിൽ ഒരു ഈമാൻ വേണം. അങ്ങനെ പറയണമെങ്കിൽ ഒരു ഈമാൻ വേണം. നമ്മൾ നോക്കി വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ, ഇപ്പോ തിരുവനന്തപുരം ജില്ലയില് നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ കുട്ടിയാണ് ഒരു സ്വന്തം അമ്മയും കാമുകനും കൂടി എന്റെ പ്രിയപ്പെട്ടവരെ കൊന്നുകളഞ്ഞത്. അഖില അഷ്കർ എന്ന് പറയുന്ന രണ്ടുപേര് ചേർന്നിട്ട് ഒരു ചെറിയ കുഞ്ഞിന് 51ഓളം വരുന്ന മുറിവുകളാണ് ശരീരത്തിലുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ, ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ റഹ്മാനെ, എല്ലാവിധ ഖൈറുകളും കൊടുക്കണേ റഹ്മാനെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത്, ഇപ്പൊ ഒളിച്ചോട്ടൊക്കെ ഇങ്ങനെ അധികരിച്ചോണ്ടിരിക്കാം. എവിടെ വേണമെങ്കിലും ഒളിച്ചോടിക്കോ, പക്ഷേ സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് പോകാൻ പാടില്ല. സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് പോകാൻ പാടില്ല. ആ ചെറിയ പൈതലുകൾ എന്റെ പ്രിയപ്പെട്ടവർ എന്ത് ചെയ്തിട്ടാ, ഇപ്പൊ ഞാന് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാന് രാമക്കൽമേടെന്ന് പറയുന്ന സ്ഥലത്ത് വയലിന് പോയി. അപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് ആളുകൾ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങള് വൈകുന്നേരം വയലിന് മുമ്പ് റൂമിൽ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. അപ്പോ മഗ്രിബ് നിസ്കാരത്തിന്റെ കുറച്ച് മുമ്പ്, ബാങ്ക് വിളിക്കണതിന്റെ കുറച്ച് മുമ്പ് ഒരാൾ എന്റെ റൂമിൽ കയറി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഉസ്താദേ, എന്റെ പേര് എന്നതാ, എന്റേതാണ് നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലും റൂമും സൗകര്യങ്ങളെല്ലാം. ആയിക്കോട്ടെ ഉസ്താദേ, എന്റെ ഭാര്യ ഒളിച്ചോടിയിട്ട് 37ാമത്തെ ദിവസം ഉസ്താദേ ദ്വാരക്കണം. എന്റെ ഭാര്യ ഒളിച്ചോടിയിട്ട് 37ാമത്തെ ദിവസമാ. അപ്പൊ ഞങ്ങളൊന്ന് അത്ഭുതപ്പെട്ടു പഠിച്ചോ, ഈ ചങ്ങാതി എങ്ങനെ ഇത് എണ്ണി വെച്ചിരിക്കണേ. ഞങ്ങൾ പിന്നെയും നെട്ടിപ്പോയി തോന്നും പറയും ഉസ്താദേ, ഞാൻ വളർത്തിയെടുത്ത ഒരാളുണ്ട്, എന്റെ പെങ്ങക്ക്, എന്റെ ഒരു വകയിലൊരു പെങ്ങളുണ്ട്, ആ പെങ്ങക്ക് ഒരു മകനുണ്ട്. ഞാനാ ഉസ്താദേ അവനെ വളർത്തിയത്. ഞാൻ അവന് സ്ഥലം വാങ്ങിച്ചു കൊടുത്തു ഉസ്താദേ, വീട് വാങ്ങിച്ചു കൊടുത്തു ഉസ്താദേ, അവന് ജീവിക്കാൻ ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുത്തു ഉസ്താദേ. അവസാനം അവൻ ആ ഓട്ടോറിക്ഷയിലേക്ക് ഇണങ്ങിന്നിട്ട് എന്റെ പെണ്ണിനെ വളച്ചെടുത്തു ഉസ്താദേ എന്നൊരു പാവപ്പെട്ട കരഞ്ഞിട്ട് പറയുമ്പോ, ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രതിസന്ധിയും പ്രയാസവും സങ്കടമൊക്കെ വന്നാലും നമ്മൾ സർവ്വത് ഏൽപ്പിക്കേണ്ടതാരെ അല്ലാഹുവിനെ ഏൽപ്പിക്കാൻ ഈമാൻ വേണം. ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊരു കുട്ടി ഉണ്ടായി, ഒരു 3-4 വയസ്സായപ്പോ ആ കുട്ടി അസ്രായേൽ പിടിച്ചു. 3-4 വയസ്സായപ്പോ കുട്ടികൾ മരിച്ചുപോയി. ആ സമയത്ത് ആത്മഹത്യ ചെയ്യണം വേണ്ട, അല്ല തവക്കൽതു അലല്ലാഹ്, അത് പറയാനൊരു ഈമാൻ വേണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹുവിനല്ലാതെ വേറൊരാളെയും പേടിക്കണ്ട. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ തെളിവേതാ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളാണ് ഏറ്റവും വലിയ തെളിവ്. നബിതങ്ങള് പരിശുദ്ധമായ മക്കത്ത് നിന്നും മദീനത്തേക്ക് ഹിജ്റ പോവുക. നബിതങ്ങള് മക്കത്ത് നിന്ന് മദീനത്തേക്ക് പാലായനം ചെയ്യാം. മക്കത്ത് നബിതങ്ങൾ അക്രമികൾ ഇങ്ങനെ ആക്രമിച്ചിട്ട് നബിതങ്ങൾക്ക് ദീനി പ്രബോധനം നടത്താൻ പറ്റണില്ല. ആ സമയത്ത് നബിതങ്ങളോട് ആളുകൾ, എന്റെ പ്രിയ നബിതങ്ങളോട് അള്ളാഹു അറിയിച്ചു കൊടുത്തു, നബിയേ നിങ്ങൾ ഹിജ്റ പോകണം പരിശുദ്ധമായ മദീനത്തേക്ക്. ഇത് ആരറിഞ്ഞു? ഇബ്ലീസ് അറിഞ്ഞു. ഇബ്ലീസ് നേരെ ചെന്ന് ശത്രുക്കളോട് പറഞ്ഞു, എടാ മുഹമ്മദ് ഹിജ്റ പോവാ, മുഹമ്മദ് നാട് വിടാൻ പോവാ, മുഹമ്മദ് മക്കയുടെ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മുഹമ്മദിനെ പിന്നെ കാണാൻ കഴിയില്ല, മുഹമ്മദ് രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ, മുഹമ്മദിനെ കൊന്നു കളയാൻ വേണ്ടി ഇബ്ലീസ് ചെന്നിട്ട് ആരോട് പറയാ? യഹൂദികളോട്, ശത്രുക്കളോട് എന്റെ പ്രിയപ്പെട്ടവരെ ചെന്നു പറയുകയാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ വീടിന്റെ പ്രിയമുള്ളവരെ ശത്രുക്കള് വളയുകയാ. സുബ്ഹാനല്ലാഹ്, മഅദല്ലാഹ്. നബി തങ്ങളുടെ പ്രിയമുള്ളവരെ നോക്കുമ്പോ വീടിന്റെ ചുറ്റുമുണ്ടല്ലോ ശത്രുക്കൾ ഇങ്ങനെ കടന്നു വരികയാ. മഹാനാകുന്ന നബി തങ്ങളുണ്ടല്ലോ, അലിയാര് തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാ, അലിയേ ഞാൻ കിടക്കും ഈ സ്ഥലത്തുണ്ടല്ലോ, നീ കിടക്കുമോ അലിയേ? ഞാൻ ഈ നബിതങ്ങൾ മണ്ണെടുക്കുകയാ. നബിതങ്ങൾ ഈ പറഞ്ഞ മണ്ണെടുക്കുകയാ. നബിതങ്ങൾ ഈ പറഞ്ഞ ആയത്തെടുക്കുകയാ. നബിതങ്ങൾ ഓതുകയാ. നബിതങ്ങൾ മന്ദിരിക്കുകയാ. നബിതങ്ങൾ ദുആ ചെയ്യുകയാ. നബിതങ്ങൾ വാതിൽ തുറക്കുകയാ. നബിതങ്ങളാ മണ്ണുണ്ടല്ലോ വലിച്ചെറിയുകയാ. നബിതങ്ങൾ പറഞ്ഞതെന്താ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. പടച്ചവനെ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാ, നിന്നിലേക്ക് സമർപ്പിക്കുകയാ. ഞാൻ
പോകുകയാണല്ലോ, നീയല്ലാതെ വേറെ ഒരാളുകയാണല്ലോ, നീയല്ലാതെ വേറെ ഒരാളുമില്ല അല്ലാ, ഏൽക്കില്ല അല്ലാ, ഏൽക്കുകയാണ് അല്ലാ, സഹായിക്കണേ അല്ലാ. എന്ന് പറയുന്ന ആയത്ത് ആ മണ്ണിൽ ഊതിയിട്ട് നബിതങ്ങൾ വാതിൽ തുറന്നപാട് ശത്രുക്കളുടെ മുഖത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നബിതങ്ങൾ അവരുടെ ഇടയിലൂടെ നിഷ്പ്രയാസം പ്രിയപ്പെട്ടവരെ പോയി. നബിതങ്ങൾ അപ്പോഴും പറഞ്ഞ വാക്കെന്താ? തവക്കൽതു അലല്ലാഹ്. വീടിന്റെ മുമ്പിൽ ശത്രുക്കൾ വാളും പരിചയമായി നിൽക്കുകയാ, നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാ. ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞ വാക്കേതാ? തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്. ആ മുത്തായ നബിതങ്ങള് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ശത്രുക്കളുടെ ഇടയിലൂടെ ആരും കാണാതെ അവരുടെ വാളിന്റെ ഇടയിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നുപോയെന്ന് ചരിത്രങ്ങൾ പറയുമ്പോ എന്തുകൊണ്ടാ? നബിതങ്ങൾ പറഞ്ഞ വാക്കേതാ? തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്. അല്ലാഹു ഖബൂലക്കുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.